പീസ് ആൻഡ് ജോയ്. ഇന്നസെൻ്റ് മൂന്നാമൻ മാർപ്പാപ്പയ്ക്ക് ഉണ്ടായ സ്വപ്നം പോലെ തന്നെ ഏതാനും ദിവസം മുമ്പ് തനിക്കും ഒരു സ്വപ്നമുണ്ടായത് ഫ്രാൻസിസ് ഓർമ്മിച്ചു. ഒരു രാത്രിയിൽ ഉറങ്ങവേ ഒരു വലിയ വൃക്ഷത്തെ ഫ്രാൻസിസ് സ്വപ്നത്തിൽ കാണുകയാണ്. ശാഖോപശാഖകളായിട്ട് വലിയ ഫലം ചൂടി നിൽക്കുന്ന ഒരു മഹാവൃക്ഷം. അതുവരെ താൻ കണ്ടിട്ടുള്ള എല്ലാ വൃക്ഷങ്ങളിലേക്കും ഉന്നതമായി ആകാശം മുട്ടി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ ഫ്രാൻസിസ് ദർശിച്ചു. ഫ്രാൻസിസ് അത്ഭുതത്തോടു കൂടി ആ വൃക്ഷത്തെ നോക്കി നിൽക്കുമ്പോൾ ഫ്രാൻസിസും വളരുവാൻ തുടങ്ങി. അങ്ങനെ ഫ്രാൻസിസും ആ വൃക്ഷവും ഒരേ വലിപ്പത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസിന് ആ വൃക്ഷത്തെ താഴേക്ക് വളച്ച് കൊണ്ടുവന്ന് നിലത്ത് മുട്ടിക്കുവാനായിട്ട് സാധിച്ചു. ഇതൊരു ദർശനമാണ്. ഫ്രാൻസിസ് ഉറക്കമുണർന്ന് സന്തോഷത്തോടു കൂടി സഹോദരന്മാരോട് പറഞ്ഞു, സഹോദരങ്ങളെ, മാർപ്പാപ്പ എത്രമാത്രം ഉന്നതനാണോ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒട്ടും പ്രാപ്യമായിട്ടുള്ള ഒരു വ്യക്തിത്വമല്ല എന്ന് നമുക്ക് തോന്നിയാലും സർവശക്തനായ ദൈവം നമ്മൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഈ നിയമാവലി മാർപ്പാപ്പ അംഗീകരിച്ചു തരും. ഇന്നസെൻ്റ് മൂന്നാമൻ മാർപ്പാപ്പയുടെ നിർദ്ദേശാനുസരണം വിശ്രമിച്ച് അലക്കി കുളിച്ച് വൃത്തിയോടെ മാർപ്പാപ്പയുടെ സന്നിധിയിലേക്ക് ഫ്രാൻസിസും സഹോദരന്മാരും യാത്രയാവുകയാണ്. വഴിയിൽ വെച്ച് അവർ ഗീതോ മെത്രാനെ കണ്ടു. ഗീതോ മെത്രാൻ വലിയ സന്തോഷത്തോടു കൂടി ഫ്രാൻസിസിനെ സ്വീകരിച്ചു. കാരണം അദ്ദേഹവും അപ്പോൾ മാർപ്പാപ്പയുടെ സന്നിധിയിൽ ഏതാനും ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം ഫ്രാൻസിസിനോട് പറഞ്ഞു, ഇന്നസെൻ്റ് മൂന്നാമൻ മാർപ്പാപ്പയെ നിങ്ങൾ സമീപിച്ചതുപോലെ സമീപിക്കരുത്. അദ്ദേഹം അത്യുന്നതനായിട്ടുള്ള ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം സംശയം തോന്നുകയും അദ്ദേഹത്തിന് കോപമുണ്ടാവുകയൊക്കെ ചെയ്യുക സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ നേരിട്ട് സമീപിക്കുന്നതിന് പകരം നിങ്ങൾ പോൾ ഓഫ് ജോൺ എന്ന് പറയുന്ന കർദിനാളിനെ പോയി കാണുക. പോൾ ഓഫ് ജോൺ എന്ന കർദിനാൾ ആ സമയത്ത് സബീനായിലെ മെത്രാനായിരുന്നു. സബീനായിലെ മെത്രാപ്പോലിത്തയായ പൗലോസിൻ്റെ ജോൺ കൊളോന എന്നാണ് ആ കർദിനാൾ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം വിശുദ്ധനായിട്ടുള്ള ഒരു കർദിനാളായിരുന്നു. ഏത് നല്ല ആത്മീയ വ്യക്തിയെയും അതുപോലെ പ്രവൃത്തിയെയും സംഭവങ്ങളെയൊക്കെ വളരെ വിവേകത്തോടെ ഗ്രഹിച്ചറിയാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഫ്രാൻസിസും കൂട്ടരും സന്തോഷത്തോടെ ജോൺ കൊളോന എന്ന് പറയുന്ന കർദിനാളിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഫ്രാൻസിസിനെ കുറിച്ച് കേട്ടിരുന്നു, ഗീതോ മെത്രാനിൽ നിന്ന് അറിഞ്ഞിരുന്നു. വളരെ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു. അതിനുശേഷം വളരെ വിവേകത്തോടെ ഉപദേശിച്ചു. ഇതുവരെയും വളരെയധികം സന്യാസ സഭകൾ നമ്മുടെ കത്തോലിക്ക സഭയിലുണ്ടല്ലോ. ബെനഡിക്റ്റൈൻ സഭയുണ്ട്, അഗസ്റ്റീനിയൻ സഭയുണ്ട്, ബെസീലിയൻ സഭയുണ്ട്. ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു സന്യാസ സഭയിലേക്ക് നിങ്ങൾ ചേരുക. അതല്ലെങ്കിൽ ചെറു സഭകളായിട്ട് അനേകം സഭകളുണ്ട്. നിങ്ങൾ അതിൽ ചേർന്ന് അതിനെ നവീകരിച്ചുകൊണ്ട് ഇനി പ്രവർത്തിക്കുകയല്ലേ ഉചിതം. അല്ലാതെ മാർപ്പാപ്പ നിങ്ങൾക്ക് ഇതേ രീതിയിൽ സുവിശേഷം പ്രഘോഷിക്കാൻ അനുവാദം തരുമെന്ന് കരുതുന്നുണ്ടോ? കാരണം ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാനല്ല, സമൂഹമായിട്ട് ജീവിക്കണമെങ്കിൽ സമ്പത്തും അതുപോലെ തന്നെ സംരക്ഷണവും ഒക്കെ ആവശ്യമല്ലേ? ഫ്രാൻസിസ് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ നല്ല ഉപദേശത്തിന് നന്ദി. പക്ഷേ എനിക്ക് ഈ നിയമാവലി തന്നത് ഈശോ തന്നെയാണ്. അത് തന്ന ഈശോയെ അതേപടി അനുകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളൊരു സമ്പത്തിൻ്റെ സംരക്ഷകരായിട്ട് ജീവിതത്തെ മാറ്റിവെക്കുന്നതിന് പകരം പൂർണ്ണ സമയം വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും ദൈവജനത്തിനോടൊപ്പമായിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും ദരിദ്രനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നിൻ്റെയും ആവശ്യമില്ല. വയലിലെ പുല്ലിനെ പോലും കരുതുന്ന ദൈവം, തലമുടിയിഴ പോലും കൊഴിയുന്നത് അറിയുന്ന പിതാവ്, ആ പിതാവായ ദൈവം ഞങ്ങളുടെ പിതാവാണെങ്കിൽ ഞങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പിതാവേ. വിനയത്തോടെയുള്ള ഫ്രാൻസിസിൻ്റെ അതുപോലെ തന്നെ ഉറച്ച വിശ്വാസത്തിൽ നിന്നും ബോധ്യത്തിൽ നിന്നുമുള്ള ആ മറുപടി കേട്ടപ്പോൾ കർദിനാൾ ജോൺ കൊളോന പറഞ്ഞു, ഞാൻ പോയി മാർപ്പാപ്പയോട് വിവരം അറിയിക്കാം. പിന്നീട് ഇന്നസെൻ്റ് മാർപ്പാപ്പ വാക്ക് പാലിക്കുകയാണ്. കർദിനാളന്മാരുടെ അന്ന് റോമിലുള്ള ഒരു സംഘത്തെ അദ്ദേഹം വിളിച്ചു ചേർത്തു. ഫ്രാൻസിസിനെയും കൂട്ടരെയും ശ്രവിക്കുവാനായിട്ട് വിളിച്ചു. ഫ്രാൻസിസിനെയും കൂട്ടരെയും കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കർദിനാളന്മാരുടെ മനസ്സിൽ വളരെയധികം ചിന്തകളും ഉത്കണ്ഠകളും കടന്നുപോയി. ഇതുപോലെ സുവിശേഷം അനുസരിച്ച് ജീവിക്കാനുള്ള നിയമാവലി എന്ന് പറഞ്ഞു വന്നിട്ട് ആ ആയുധം എടുത്തുകൊണ്ട് സഭയ്ക്കെതിരെയും സഭാ നേതൃത്വത്തിനെതിരെയും പ്രവർത്തിക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. ഇവരെ തുടക്കത്തിലെ വലിയ വിശ്വസ്തത ഇവർ കാണിക്കും. പിന്നീട് സുവിശേഷത്തെ ആയുധമാക്കിക്കൊണ്ട് നമുക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട്. പത്രിനി സംഘവും വാൽദസിൻ്റെ അനുയായികളും ഒക്കെ അതുപോലെയുള്ളവരല്ലേ? ഇത് ലയൺസിലെ ആ മനുഷ്യനായ വാൽദസിൻ്റെ അനുയായിയായിട്ട് ഒരു സാമ്യം ഇദ്ദേഹത്തിനുണ്ട്. ഉടനെ കർദിനാളന്മാർ പറഞ്ഞു, ഇതൊരിക്കലും അനുവദിച്ചുകൂടാ. ഇന്നസെൻ്റ് മാർപ്പാപ്പ ധർമ്മസങ്കടത്തിലായി. ആ അവസരത്തിൽ തന്നെ കർദിനാൾ പൗലോസിൻ്റെ ജോൺ കൊളോന എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഈശോ മിശിഹായുടെ സുവിശേഷം
കാലഹരണപ്പെട്ടു എന്ന് പറയുന്നതിന് തുല്യമല്ലേ നമ്മൾ ഈ പറയുക? ഏത് കാലഘട്ടം കഴിഞ്ഞാലും കാലങ്ങൾ കടന്നു പോയാലും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടുന്നില്ലെങ്കിൽ, ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറ്റപ്പെടുന്നില്ലെങ്കിൽ, ആ വചനം ഇന്ന് കാലഹരണപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത് സൂക്ഷിച്ചു വേണം. കർദിനാളിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കർദിനാളന്മാർ വളരെയധികം ഭീതിയോടുകൂടി ഈ മനുഷ്യരെ നോക്കി. മാർപ്പാപ്പ വളരെ വിശ്വാസത്തോടു കൂടി ഫ്രാൻസിസിനോടും കൂട്ടരോടും പറഞ്ഞു, മക്കളെ, നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നുകൂടി പ്രാർത്ഥിച്ചൊരുങ്ങി വരിക. ഇത് വളരെ നല്ല കാര്യമാണ് നിങ്ങൾ പറയുക. പക്ഷേ നിങ്ങൾക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടി ഇതിന് ഉള്ള ധൈര്യം ഉണ്ടാവുമോ? ഫ്രാൻസിസ് മാർപ്പാപ്പായോട് ഒരു കഥ പറഞ്ഞു. പിതാവേ, അങ്ങ് കാണിക്കുന്ന വലിയ കാരുണ്യത്തിനും കരുതലിനും വളരെ നന്ദി. ഒരു കുഞ്ഞു കഥ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മരുഭൂമിയിൽ സുന്ദരിയായ ഒരു സ്ത്രീ താമസിച്ചിരുന്നു. ആ വഴി വന്ന ഒരു രാജ്യത്തിൻ്റെ രാജാവ് അവളെ കാണുകയും അവളോടൊത്ത് താമസിക്കുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഏറെ നാളുകൾ ആ രാജാവ് അവളോടൊപ്പം താമസിച്ചിട്ട് രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾക്കായി തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. അവർക്ക് ധാരാളം മക്കളുണ്ടായി ആ ഒരു കാലഘട്ടത്തിൽ തന്നെ. അതിനുശേഷം ഈ മരുഭൂമിയിലെ സ്ത്രീ ഈ മക്കളെ വളർത്തുകയാണ്. മക്കൾ വളരുന്നതനുസരിച്ച് അവിടെ ദാരിദ്ര്യം വളർന്നുകൊണ്ടേയിരുന്നു. ഉടനെ ഈ മക്കളോട് ഒരു ദിവസം ആ സ്ത്രീ പറയുകയാണ്, നിങ്ങൾ ദരിദ്രരാണെന്നോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് ഒരു രാജാവാണ്, ധൈര്യത്തോടെ ആ പിതാവിനെ നിങ്ങൾ സമീപിക്കുക. മക്കൾ സന്തോഷത്തോടെ ആ രാജകൊട്ടാരത്തിൽ ചെന്നു. രാജാവ് ആദ്യം അവരെ കാണുവാൻ വിസമ്മതിച്ചുവെങ്കിലും പിന്നീട് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ തന്നെ ഛായയും സാദൃശ്യവും അവരിൽ കണ്ട് കൗതുകത്തോടെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആ മരുഭൂമിയിൽ വസിക്കുന്ന സ്ത്രീയുടെ മക്കളാണ് ഞങ്ങൾ എന്ന വാക്കിൽ ആ രാജാവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. തൻ്റെ തന്നെ സാദൃശ്യം അവരിൽ കണ്ടു. വേഗം ഓടിച്ചെന്ന് അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ച് മക്കളുടെ സ്ഥാനം കൊടുത്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഭവനത്തിൽ എൻ്റെ ദാസന്മാർ പോലും സുവിശേഷതയോടെ കഴിയുന്നു. എൻ്റെ മക്കൾക്ക് ഒരിക്കലും ഒന്നിനും കുറവുണ്ടാവരുത്. പരിശുദ്ധ പിതാവേ, ഈ മരുഭൂമിയിലെ സ്ത്രീ ഞാനാണ്. കർത്താവ് ഈശോ മിശിഹ എനിക്ക് തന്ന മക്കളാണ് എൻ്റെ സഹോദരങ്ങൾ. കർത്താവായ ഈശോ മിശിഹയാണ് ആ രാജാവ്. ആ രാജാവിൻ്റെ പക്കൽ ഒന്നിനും കുറവില്ല. അവൻ്റെ തന്നെ സാദൃശ്യം ഞങ്ങളിൽ, എൻ്റെ ഈ സഹോദരന്മാരിലും കാണുമ്പോൾ ഒരിക്കലും കർത്താവ് ഞങ്ങളെ അവഗണിക്കുകയില്ല. ഫ്രാൻസിസിൻ്റെ വിശ്വാസത്തോടെയുള്ള ഈ വാക്ക് കേട്ട മാർപ്പാപ്പ വളരെ സന്തുഷ്ടനായി. അതോടൊപ്പം തന്നെ അദ്ദേഹം ഓർമ്മിച്ച്, തലേ ദിവസം ഞാൻ പന്നിക്കൂട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോൾ വിനയത്തോടെ കടന്നുപോയ ഈ മനുഷ്യരിൽ നിന്നാവാം തിരുസഭ നവീകരിക്കപ്പെടേണ്ടത്, സുവിശേഷം പൂത്തുലയേണ്ടത്, മാംസം ധരിക്കേണ്ടത്. അതൊരു അവഹേളനത്തിൻ്റെ നിമിഷമായിട്ട് തോന്നിയെങ്കിലും അതൊരു കരുത്തായിട്ടും ഒരു അവസരമായിട്ടും മാറുകയാണ്. ആ സമയത്ത് മാർപ്പാപ്പ ഫ്രാൻസിസിൻ്റെ നിയമാവലിക്ക് വാക്കാലുള്ള അംഗീകാരം കൊടുക്കുകയാണ്. അത് പിന്നീട് ഒഫീഷ്യലായിട്ടുള്ള അംഗീകാരത്തിൻ്റെ സമയത്ത് ഈ വാക്കാലുള്ള അംഗീകാരം വളരെ ഗൗരവമുള്ള ഒരു പരിഗണനയായിട്ട് മാറുകയാണ്. കാരണം വിശുദ്ധ ഡൊമിനിക്കിനെ പോലെയുള്ള വിശുദ്ധരും അതുപോലെയുള്ള മറ്റനേകരും തനതായ നിയമാവലിക്ക് വേണ്ടി ആവശ്യപ്പെട്ടുവെങ്കിലും മറ്റാർക്കും അതിനുള്ള അവസരം നൽകിയില്ല. പകരം ഫ്രാൻസിസിൻ്റെ നിയമാവലിയാണ് ഒരു സന്യാസ സഭയുടെ പൂർണ്ണതയിൽ ഏറ്റവും ഒടുവിലായിട്ട് അംഗീകരിച്ചത് ആ കാലഘട്ടത്തിൽ. അത് ഒരു വലിയ അവസരമായിട്ട് മാറുകയാണ്. ആദ്യത്തെ അവഹേളനം പിന്നീട് ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. അനുസരണം എല്ലാറ്റിനെയും കൂടുതൽ മനോഹരമുള്ളതാക്കി, ശോഭയുള്ളതാക്കി, മനോഹാരിതയുള്ളതാക്കി മാറ്റുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ചില തീരുമാനങ്ങൾ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് നീങ്ങുവാൻ സാധ്യതയുണ്ടെങ്കിൽ ദൈവഹിതത്തിന് ആമേൻ പറയുക. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക. തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തും. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.